മമ്മീസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. പൂർവീയ രുചിക്കൂട്ടാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ ഏവരും നാരങ്ങയും നാരങ്ങയുടെ ഗുണങ്ങളെപ്പറ്റിയും നാരങ്ങയുടെ പലതരത്തിലുള്ള വിഭവങ്ങളെപ്പറ്റിയും നിങ്ങൾക്ക് ഏവർക്കും നന്നായി അറിയാം. എന്നാൽ നാരങ്ങയുടെ ഇലയെപ്പറ്റിയുള്ള ഗുണങ്ങളും അതിൻ്റെ ഔഷധ ഗുണങ്ങളെപ്പറ്റിയും ഇന്നുള്ള തലമുറയ്ക്ക് വളരെ അധികം ഏവർക്കും അറിയാവുന്ന തോന്നുന്നില്ല. എന്നാൽ ഈ വളരെയധികം ഔഷധ ഗുണമുള്ളതാണ് നാരങ്ങയുടെ ഇല. അതുകൊണ്ട് നമ്മളൊരു ചമ്മന്തി അരച്ചാണ് ഇന്ന് കാണിക്കുന്നത്. നാരങ്ങ ഇല കൊണ്ട് പലതരത്തിലുള്ള പ്രയോജനം, ഓരോ രീതി അനുസരിച്ച് പലതരത്തിലുള്ള ഗുണങ്ങളുണ്ട് നാരങ്ങയുടെ ഇലയ്ക്ക്. ഒന്നാമത്തെ കാര്യം ആസ്മ പോലുള്ള മൈഗ്രെയിൻ, പിന്നെ വയറിലെ കൃമി, വര, ഇവയ്ക്കെല്ലാം വളരെയധികം നല്ലതാണ് നാരങ്ങയുടെ ഇല കൊണ്ടുള്ള ചമ്മന്തി അരയ്ക്കുന്നത്. ചെറുനാരങ്ങ ഇല കൊണ്ടുണ്ടാക്കുന്ന ചമ്മന്തിക്ക് വേണ്ട സാധനങ്ങളെ നമ്മൾക്കൊന്ന് പരിചയപ്പെടാം. 3 ചെറുനാരങ്ങ ഇല, അതുപോലെ തന്നെ 1 വാളം ചുമന്നുള്ളി, അരമുറി തേങ്ങ, 12 പച്ചമുളക്, ആവശ്യത്തിന് കല്ലുപ്പ് ഉപയോഗിക്കാം, 1 നെല്ലിക്ക മുഴുപ്പ്, വാളംപുളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 1 കതിർപ്പ് കറിവേപ്പില. ഇനി നമുക്ക് ഇത് ഒന്നിച്ച് അരയ്ക്കാം. ആദ്യമായിട്ട് ഇഞ്ചി ചതയ്ക്കാൻ പോവുകയാണ്. ചുവന്നുള്ളി ആണ് അടുത്തതായിട്ട് ഇടുന്നത് അരയ്ക്കാൻ. നമ്മൾ കമുങ്ങിന്റെ ഒരു പാളയുടെ ഒരു പീസാണ് അരയ്ക്കാനായിട്ട് സ്പൂണിന് പകരം ഉപയോഗിക്കുന്നത്. സ്പൂണിന് പകരം നമ്മൾ പാളയാണ് ഉപയോഗിക്കുന്നത്. ഉള്ളി തെറിച്ചു പോകാണ്ട് പതുക്കെ ചതയ്ക്കുവാണ്, അല്ലെങ്കിൽ ഉള്ളി വെളിയിലേക്ക് തെറിച്ചു പോവും. അടുത്തത് പച്ചമുളകാണ് ഇടുന്നത് അരയ്ക്കാനായിട്ട്. അതും പയ്യെ ഒന്ന് ചതയ്ക്കണം, അല്ലെങ്കിൽ തെറിക്കും. അടുത്തത് നാരകത്തിൻ്റെ ഇലയാണ് അടുത്തത് അരയ്ക്കാനായിട്ട് എടുക്കുന്നത്. ഒരു 3 ഇലയാണ് ഞാൻ എടുക്കുന്നത്. അത് അതിൻ്റെ നാര് പാടില്ല, നാര് ഇല്ലാണ്ട് കീറി ചെറുതായിട്ട് എടുക്കണം, നാരിടരുത്. നാര് ഒരു കാരണവശാലും അരയ്ക്കുമ്പോൾ അതിനകത്തേക്ക് വീഴാൻ പാടില്ല.
ഇത് നാരങ്ങയുടെ ഇല നന്നായിട്ട് അരയണം, എങ്കിലാണ് നമ്മുടെ ചമ്മന്തിക്ക് ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നന്നായി അരയണം. അടുത്തത് കരിവേപ്പിലയാണ് അരയ്ക്കാൻ പോകുന്നത്. അതും നന്നായി അരയണം കരിവേപ്പില. ഇനി അടുത്തത് തേങ്ങയാണ് അരയ്ക്കാനായിട്ട്. ഇനി വാളംപുളി ആണ് ഇനി അടുത്തത് അരയ്ക്കാൻ പോകുന്നത്. നമ്മളൊരു സ്വല്പം വെള്ളം പോലും ചമ്മന്തിക്കകത്ത് തൊടുന്നില്ല, അതുകൊണ്ടാണ് ചമ്മന്തി ഉണ്ടാക്കുന്നത്. വെള്ളം തൊടാണ്ടുള്ള ചമ്മന്തിയാണ്. ഇടയ്ക്ക് ഓരോ കുരു വന്നിട്ടുണ്ട് വാളംപുളിയുടെ. ലാസ്റ്റ് ഉപ്പാണ് അരയ്ക്കാൻ പോകുന്നത്. കല്ലുപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ചമ്മന്തി റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മൾ ചമ്മന്തി ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. എങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. പിന്നെ കാന്താരി മുളക് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ മെച്ചമായിരുന്നു, കുറച്ചുകൂടെ നല്ല ഇതായിരുന്നുണ്ടനെ. പിന്നെ അത് കല്ലിൽ അരച്ചായതുകൊണ്ട് അതിന്റെ ടേസ്റ്റ് കൂടുതലുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് ഇത് ഉണ്ടാക്കുന്നവർക്കും ഇത് അരച്ച് ഉണ്ടാക്കുന്നവർക്കും ആരോഗ്യമുണ്ടാവും. പിന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ഭാര്യ ഉണ്ടാക്കിയത് കൊണ്ട് വളരെ ടേസ്റ്റ് ഉണ്ട്. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ പുതിയ രുചിക്കൂട്ടുമായിട്ട് ഞങ്ങൾ വരുന്നവരെ, അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങൾക്ക് അവർക്കും ബൈ.